ഹായ് സ്റ്റുഡൻസ്, ലേണിംഗ് കൊമേഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ദെൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ രണ്ട് ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് നമ്മൾ മെയിനായിട്ട് എന്ത് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തിനുള്ള ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മാനേജ്മെന്റിന് പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ അടുത്ത ഡിഫറൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദ ഓൾ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഒരു അക്കൗണ്ട്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഒരു അക്കൗണ്ട് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടോ, കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ദ ഓൾ അക്കൗണ്ട്സ്. മൊത്തം അക്കൗണ്ട്സിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അടുത്ത ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, the main object of financial account is to ascertain correct profit or loss and to show fair view of the state of affairs. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിലോ, the main object is to ascertain the true cost of production. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ആക്ച്വൽ കോസ്റ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതായത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ, കോസ്റ്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ കോസ്റ്റും അതുപോലെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കാര്യത്തിന് വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ കോസ്റ്റ് മാത്രമല്ല എസ്റ്റിമേറ്റഡ് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ വൺസ് എ ഇയർ. ഫിനാൻഷ്യൽ അക്കൗണ്ട് നമ്മൾ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് വർഷത്തിൽ ഒന്നാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ട് ഫർണിഷേഴ്സ് അക്കൗണ്ട്സ് അറ്റ് ഫ്രീക്വന്റ് ഇന്റർവെൽസ്, ദാറ്റ് ഈസ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി. കോസ്റ്റ് അക്കൗണ്ടിലാണെങ്കിൽ വർഷത്തിൽ 1 എന്നൊരു കണക്കൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റിന് ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മൾ ഡെയിലി, ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലെല്ലാം നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ഡിഫറൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്കറിയാം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്തു പോയിരുന്ന ചില കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ എല്ലാ അക്കൗണ്ടന്റുമാരും ഈ സിസ്റ്റം ഫോളോ ചെയ്താണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. Cost accounts are tailor-made to suit needs of specific organization. ഓരോ ഓർഗനൈസേഷന്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പല മെത്തേഡ്സും ടെക്നിക്സും ഉണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ടെക്നിക്ക് ചോദിച്ചാലും അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഫസ്റ്റ് പല ആളുകൾക്കും കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് പ്രയോജനമുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെന്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഏറ്റവും കൂടുതൽ
പ്രയോജനമുള്ളത് മാനേജ്മെന്റിനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിങ്ങിനും പോളിസി ഫോർമുലേഷനും എല്ലാം വളരെ പ്രയോജനമുള്ളൊരു സംഭവമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഐഡന്റിഫൈസ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. അപ്പം നമുക്കറിയാം ഒരു ബിസിനസിന്റെ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നും അതുപോലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഓർ പ്രൊഡക്ട്സ്. അപ്പം ബിസിനസ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നും അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്നും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്നും മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ ബിസിനസ്സിന് സാധിക്കും. Then cost accounting provides data to management for decision making such as make or buy, continue or shut down, accept or reject, etc. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ഏരിയാസ് ആണ് മേക്ക് ഓർ ബൈ. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ, പുറത്തുനിന്ന് വാങ്ങിക്കണോ, അല്ലെങ്കിൽ സപ്ലൈസിന്റെ പക്കൽ നിന്ന് വാങ്ങിക്കണോ, അതോ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ. പിന്നെ ഒരു ബിസിനസ്സിന്റെ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യണോ, ഷട്ട് ഡൗൺ ചെയ്യണോ, അത് തുടർന്ന് കൊണ്ടുപോകണോ, അതോ അത് അടച്ചുപൂട്ടണോ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, ഏതെങ്കിലും പെർട്ടിക്കുലർ ബിസിനസ് പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ. അപ്പൊ ഇങ്ങനെ കുറെ ചില പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസിഷൻസ് ബിസിനസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് നോക്കാം. അടുത്ത കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് മാനേജ്മെന്റ് എന്താണ് അടുത്ത നേട്ടം? കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്സ് ഇൻ മിനിമൈസിംഗ് വേസ്റ്റേജ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ, ഐഡിൽ ടൈം ആൻഡ് ഐഡിൽ കപ്പാസിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റിനെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ, വേസ്റ്റേജ് കോസ്റ്റ്, അതായത് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പം നമുക്കറിയാം പ്രൊഡക്ഷൻ പർപ്പസിന് നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് മെറ്റീരിയൽ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ ഒട്ടും വേസ്റ്റേജ് കൂടാതെ നമ്മൾ നല്ല രീതിയിൽ അത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ വർക്കേഴ്സിന്റെ ലേബേഴ്സിന്റെ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഒട്ടും ഐഡിൽ ടൈം ഉണ്ടാവരുത്, പാഴായി പോരുത് കുറേ സമയമെങ്കിലും. അതുപോലെ തന്നെ മെഷീന്റെ കപ്പാസിറ്റി ഐഡിലായിട്ട് പോവുക, വേസ്റ്റ് ആയി പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. മെറ്റീരിയൽ, ലേബറും മെഷീൻ കപ്പാസിറ്റി എല്ലാം എന്തായി പോകും, വേസ്റ്റ് ആയി പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം മാനേജ്മെന്റിനെ വളരെയധികം സഹായിക്കുന്നു. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നമുക്കറിയാം പുതിയ ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോഴും കമ്പനിയെ സംബന്ധിച്ചൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് അതിൻ്റെ കൂടെ സർട്ടൈൻ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടെ ചേർത്താണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റിനെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെയധികം സഹായിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത എന്താണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എനേബിൾസ് ടു മെഷർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. ദെൻ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അപ്രൈസിങ് പെർഫോമൻസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ പ്രൊഡക്റ്റിന്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഓരോരോ സെക്ഷന്റെ അല്ലെങ്കിൽ പല പ്രൊഡക്റ്റും ഒരു കമ്പനിക്ക് തന്നെ പല പ്രൊഡക്റ്റും ഉണ്ടാകും, പല ഡിപ്പാർട്ട്മെന്റും ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർഫോമൻസ് വേറെ വേറെ നമുക്ക് വിലയിരുത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കും. ദെൻ അടുത്ത കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനം? കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെന്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻ. നമുക്കറിയാം ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ചൊക്കെയാണ് എംപ്ലോയീസിന് ഇൻസെന്റീവ്സും അതുപോലെ ബോണസും ഒക്കെ ലഭിക്കുന്നത്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള ഒരു പ്രയോജനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇതുപോലെ ഇൻസെന്റീവ് സ്കീമുകളും ബോണസ് പ്ലാനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാണ്.
അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചാൽ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ വർക്കേഴ്സ് ഗെറ്റ് ബെറ്റർ വേജസ് ആൻഡ് ജോബ് സെക്യൂരിറ്റി. വർക്കേഴ്സിന് കൂടുതൽ വേജസ് ലഭിക്കും, അവർക്ക് ജോബ് സെക്യൂരിറ്റി, ജോലി സുരക്ഷിതത്വം ലഭിക്കാനും ഇടയാകും. ഇതൊക്കെയാണ് എംപ്ലോയീസിന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുള്ള പ്രയോജനം. ദെൻ അടുത്ത കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുള്ള പ്രയോജനമുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരാണോ ബിസിനസ്സിന് പണം കടം കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റേഴ്സിന് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള പ്രയോജനം? Cost accounting enables the creditors to ascertain whether the capital employed is effectively utilized or not. അപ്പോൾ അവർ മുടക്കിയിരിക്കുന്ന, അവരെ കടമായിട്ട് കൊടുത്തിരിക്കുന്ന പണം എഫക്റ്റീവായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലയോ, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ക്രെഡിറ്റേഴ്സിന് സാധിക്കും. അതിനവരെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. Cost data helps to ascertain the solvency, profitability and future prosperity of the enterprise before they lend money. അപ്പം ക്രെഡിറ്റേഴ്സ് പണം കടം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓർഗനൈസേഷന്റെ സോൾവൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുമോ, തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ബിസിനസ്സിനുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സോൾവൻസി എന്ന് പറയുന്നത്. ദെൻ സോൾവൻസിയും പ്രോഫിറ്റബിലിറ്റിയും, അത് ഫ്യൂച്ചർ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ബിസിനസ്സിന് എത്രത്തോളം പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് ആർക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും, ക്രെഡിറ്റേഴ്സിന് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ക്രെഡിറ്റേഴ്സിന് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങുള്ള പ്രയോജനം? അവര് മുടക്കിയ പണം എഫക്റ്റീവായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയാനും, അതുപോലെ തന്നെ ബിസിനസിന്റെ സോൾവൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഫ്യൂച്ചർ പ്രോസ്പിരിറ്റിയും അറിയാനും കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കും. ദെൻ അഡ്വാൻറ്റേജസ് ടു ഗവൺമെന്റിന് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള പ്രയോജനമുള്ളത്? ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. നമുക്കറിയാം, ഗവൺമെന്റ് ഓരോ വർഷവും പലതരത്തിലുള്ള പോളിസീസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റാസ് ഗവൺമെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്, സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ പോളിസീസ് ആണ്? പോളിസീസ് റിലേറ്റിംഗ് ടു എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കോസ്റ്റ് അക്കൗണ്ടിങ് ഗവൺമെന്റിനെ സഹായിക്കുന്നു. അത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾ, വില നിയന്ത്രണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗവൺമെന്റിനെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ദെൻ അടുത്ത പ്രയോജനം ഗവൺമെന്റിന് പ്രയോജനം എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് നാഷണൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്. ഗവൺമെന്റിന് നാഷണൽ പ്ലാനുകളും അതുപോലെ ബഡ്ജറ്റുകളും ഒക്കെ രൂപീകരിക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഹെൽപ്ഫുൾ ആണ്.